ഹായ് മക്കളെ, റിഡോക്സ് റിയാക്ഷൻസ് എന്ന ചെറിയൊരു ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. റിഡോക്സ് റിയാക്ഷനെ കുറിച്ച് പറയുമ്പോൾ ഒട്ടുമിക്ക ആളുകളുടെയും മനസ്സിലേക്ക് വരിക, ദൈവമേ ബാലൻസിങ് ഒക്കെ ഉണ്ടല്ലോ എന്നുള്ളതൊക്കെ ആയിരിക്കും. എടാ, നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്ന് എടുത്തു നോക്ക്. റിഡോക്സ് റിയാക്ഷനിൽ നിന്ന് നീറ്റിനാണെങ്കിലും കീമിനാണെങ്കിലും കൂടുതൽ ചോദിക്കുന്നത് ബാലൻസിങ്ങിൻ്റെ ഏരിയയിൽ നിന്നല്ല. ഇനിയിപ്പോൾ ബാലൻസിങ് തന്നെ ചോദിച്ചു എന്നിരിക്കട്ടെ, നമ്മൾ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് +1 പബ്ലിക് എക്സാമിൻ്റെ സമയത്തിൽ പഠിച്ച സ്റ്റെപ്പുകളൊന്നും തന്നെ വേണ്ട അതിൻ്റെ ആൻസർ കാണാൻ. അതായത് കൃത്യം ആറ്റങ്ങളുടെ എണ്ണവും ചാർജുകളുടെ എണ്ണവും ഈക്വൽ ആകുന്ന കോഎഫിഷ്യൻറ്റുകൾ ഇട്ട് കൊടുക്കുക എന്നുള്ളതൊക്കെ മാത്രമാണ് എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ട്രിക്കി ആയിട്ട് നിങ്ങൾ ഈ ചാപ്റ്ററിനെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യാനുള്ളൂ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങളെ റിഡോക്സ് റിയാക്ഷനിലുള്ളൂ. അതിൽ നിന്നും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത് ഓക്സിഡേഷൻ നമ്പറുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അപ്പോൾ നമുക്ക് റിഡോക്സ് റിയാക്ഷൻ ഔദ്യോഗികമായിട്ട് അങ്ങോട്ട് തുടങ്ങുകയാണ്. എല്ലാവരും എപ്പോഴും പറയുന്ന പോലെ നോട്ട്ബുക്കും പേനയും എടുത്ത് മാത്രമേ ക്ലാസ്സിന് വരാവൂ. കൃത്യമായി എഴുതിയിട്ടല്ലാതെ നോട്ട് എഴുതിയിട്ടല്ലാതെ ആരും കണ്ടിന്യൂ ചെയ്ത്. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് മോനെ റിഡോക്സ് റിയാക്ഷൻ? ഓക്സിഡേഷനും റിഡക്ഷനും ഒരുമിച്ച് നടക്കുന്ന റിയാക്ഷനാണ് റിഡോക്സ് റിയാക്ഷൻ. ദെൻ വാട്ട് ഈസ് ഓക്സിഡേഷൻ? ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ 5 രൂപത്തിലുണ്ട്. ഒന്നിരിക്കൽ അഡീഷൻ ഓഫ് ഓക്സിജൻ്റെ അഡീഷൻ നടന്നാൽ അത് ഓക്സിഡേഷനാണ്. അല്ലെങ്കിൽ അഡീഷൻ ഓഫ് ഇലക്ട്രോനെഗറ്റീവ് ആറ്റം, ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റത്തിൻ്റെ അഡീഷൻ നടന്നാലും ഓക്സിഡേഷനാണ്. മൂന്നാമൻ റിമൂവൽ ഓഫ് ഹൈഡ്രജൻ, ഓർത്ത് വെക്ക്, റിമൂവൽ ഓഫ് ഹൈഡ്രജൻ അല്ലെങ്കിൽ റിമൂവൽ ഓഫ് ഇലക്ട്രോപോസിറ്റീവ് ആറ്റം. ഓക്കെ, അഞ്ചാമത്തൊരു ടൈപ്പ് ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്യുക, ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ. ഈ 5 രൂപത്തിൽ എന്ത് സംഭവിച്ചാലും അതിനെ നമ്മൾ ഓക്സിഡേഷൻ എന്നാണ് പേര് വിളിക്കുക. ഇനി എന്താണ് റിഡക്ഷൻ എന്ന് ഞാൻ പറയുന്നില്ല, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. റിമൂവൽ ഓഫ് ഓക്സിജൻ, റിമൂവൽ ഓഫ് ഇലക്ട്രോനെഗറ്റീവ് ആറ്റം, അഡീഷൻ ഓഫ് ഹൈഡ്രജൻ, അഡീഷൻ ഓഫ് ഇലക്ട്രോപോസിറ്റീവ് ആറ്റം ആൻഡ് ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസ് ചെയ്യുക. ഈ പരിപാടികളാണ് റിഡക്ഷൻ. അപ്പോൾ ഓക്സിഡേഷൻ മാത്രം ഓർക്കുക, ഓപ്പോസിറ്റാണ് റിഡക്ഷൻ എന്ന് ഓർമ്മിച്ചേക്കുക. കുഞ്ഞുങ്ങളെ, ഓക്സിഡേഷനും റിഡക്ഷനും ഒക്കെ കാണണമെങ്കിൽ അൾട്ടിമേറ്റ്ലി നമുക്ക് ഓക്സിഡേഷൻ നമ്പർ കാണാൻ അറിയണം. ഓക്സിഡേഷൻ നമ്പർ കാണാൻ നമുക്ക് 8 റൂളുകളാണുള്ളത്. ആ 8 റൂളുകൾ പഠിച്ചു കഴിഞ്ഞാൽ ചാപ്റ്ററിൻ്റെ ഒരു 90% കഴിഞ്ഞു. ഇനി ഞാൻ 10-20 ക്വസ്റ്റ്യൻ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഈ പറയുന്ന ക്വസ്റ്റ്യനൊക്കെ ചെയ്യാൻ ഈ കാണുന്ന 8 റൂളുകൾ മതി എന്നുള്ളത്. വളരെ സിമ്പിളായിട്ട് ആ 8 റൂളുകൾ ഞാനൊന്ന് പറഞ്ഞുതരാം. ഒന്നാമത്തത് ഇതാണ്, പഠിച്ചു വെച്ചോ. എലമെൻ്ററി സ്റ്റേറ്റിലുള്ള ആര് വന്നാലും അയാളുടെ ഓക്സിഡേഷൻ നമ്പർ ഈസ് ഈക്വൽ ടു 0 ആണ്. ഒരാൾ എലമെൻ്ററി സ്റ്റേറ്റിൽ വന്നാൽ അയാളുടെ ഓക്സിഡേഷൻ നമ്പർ 0 ആണ്. ഫോർ എക്സാമ്പിൾ H2 എന്ന് വന്നു. ഇപ്പോൾ ഇയാൾ എലമെൻ്ററി സ്റ്റേറ്റിലാണ്. എന്താ എലമെൻ്ററി സ്റ്റേറ്റ്? അയാൾ ഒറ്റക്കാണ് വന്നത്, കൂടെ വേറെ എലമെൻറ്റുകളൊന്നുമില്ല. അപ്പോഴാണ് നമ്മൾ എലമെൻ്ററി സ്റ്റേറ്റ് എന്ന് പറയുക. അപ്പോൾ 0 ആണ്. സൾഫർ 8 എണ്ണം വന്നാലും 0 ആണ്. കാർബൺ 60 എണ്ണം വന്നാലും 0 ആണ്. അപ്പോൾ ആ കാർബൺ 60 എണ്ണം ഉണ്ടായിട്ട് കാര്യമില്ല, ആ 60ഉം കാർബൺ തന്നെയാണല്ലോ. അങ്ങനെ എത്ര എണ്ണം വന്നാലും ഒരേ ആൾ മാത്രമാണോ വരണേ, അയാളുടെ ഓക്സിഡേഷൻ നമ്പർ 0 ആണ്. രണ്ടാമത്തത് ഓക്സിഡേഷൻ നമ്പർ ഓഫ് അയോൺ എന്ന് പറയുന്നത് ഈക്വൽ ടു ഇറ്റ്സ് ചാർജ് ആണ്. ഓക്സിഡേഷൻ നമ്പർ ഓഫ് അയോൺ എന്ന് പറയുന്നത് അതിൻ്റെ ചാർജിന് ഈക്വൽ ആണ്. ഫോർ എക്സാമ്പിൾ F- എന്ന് വന്നു, അപ്പോൾ എത്രയാ? -1. വേറൊരു എക്സാമ്പിൾ സൾഫർ 2- എന്ന് വന്നു. ഇതിപ്പോൾ ഒരു അയോൺ ആണല്ലോ. അപ്പോൾ എത്രയാണോ അതിൻ്റെ ചാർജ് അത് തന്നെയാണ് ഓക്സിഡേഷൻ നമ്പർ. Na+ എന്ന് കണ്ടു, അപ്പോൾ എത്രയാ? Na+ എന്ന് പറഞ്ഞാൽ +1. Mg2+ എന്ന് കണ്ടു, അപ്പോൾ എത്രയാ ചാർജ്? 2+ അല്ലേ? ആ +2 ആണ് അയാളുടെ ഓക്സിഡേഷൻ നമ്പർ. Al3+ എന്ന് കണ്ടു, അപ്പോഴോ +3 ആണ് ഓക്സിഡേഷൻ നമ്പർ. അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ ഓഫ് എൻ അയോൺ ഈസ് ഈക്വൽ ടു ഇറ്റ്സ് ചാർജ് എന്നുള്ളതാണ് രണ്ടാമത്തെ റൂൾ. എല്ലാവരും കൃത്യമായിട്ട് നോട്ട് എഴുതിയിട്ട് കണ്ടിന്യൂ ചെയ്യും. മൂന്നാമത് എനിക്ക് പറയാനുള്ളത് ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഗ്രൂപ്പ് 1 എലമെൻറ്റ്. ഗ്രൂപ്പ് 1 എലമെൻറ്റുകളില്ലടാ, ആ ഗ്രൂപ്പ് 1 എലമെൻറ്റുകളുടെ ഓക്സിഡേഷൻ നമ്പർ എപ്പോഴും +1 ആയിരിക്കും. ഗ്രൂപ്പ് 1 എലമെൻറ്റുകളുടെ ഓക്സിഡേഷൻ നമ്പർ +1 ആയിരിക്കും. അപ്പോൾ ഞാൻ സോഡിയം എന്ന് പറഞ്ഞു. സോഡിയം എന്ന് പറഞ്ഞാൽ എലമെൻ്ററി സ്റ്റേറ്റ് ആണല്ലോ, അപ്പോൾ 0 ആണേ. അതായത് റൂൾ 1 മറക്കരുത്. ഇയാളിപ്പോൾ ഗ്രൂപ്പ് 1 ആണ്, അതുകൊണ്ട് +1 എന്ന് ഓർക്കരുത്. കാരണം ഇയാൾ എലമെൻ്ററി സ്റ്റേറ്റിലാണ്. എലമെൻ്ററി സ്റ്റേറ്റിലാണെങ്കിൽ 0 ആണ്, അതിൽ മാറ്റമൊന്നുമില്ല. കോമ്പൗണ്ടിൽ വരുമ്പോഴാണ് ഞാൻ ഈ കഥ പറയുന്നത്. NaCl എന്ന് വന്നു, അപ്പോൾ +1 ആണ്. കാരണം ഇയാളൊരു ഗ്രൂപ്പ് 1 എലമെൻറ്റാണ്. മനസ്സിലായില്ലേടാ? ഇനിയിപ്പോൾ LiHCO3 2 ടൈംസ് എന്നൊക്കെ വന്നു. LiS 2 ടൈംസ് വരില്ല, LiHCO3 എന്നൊക്കെ വന്നു. ലിഥിയം ബൈകാർബണേറ്റ്. എന്തോരം ആൾക്കാർ കൂടെ ഉണ്ടെങ്കിലും ശരി, ഇയാൾ ഗ്രൂപ്പ് 1 എലമെൻറ്റാ. സോ ദി ഓക്സിഡേഷൻ നമ്പർ ഈസ് +1. അപ്പോൾ ഗ്രൂപ്പ് 1 എലമെൻ്റ് ഒരു കോമ്പൗണ്ടിൽ വന്നാൽ, അങ്ങനെ തന്നെ പറയണേ, എലമെൻ്ററി സ്റ്റേറ്റിലല്ല, കോമ്പൗണ്ടിൽ വന്നാൽ +1 ആണ്. എലമെൻ്ററി സ്റ്റേറ്റിലാണെങ്കിൽ അത് 0 ആണെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഗ്രൂപ്പ് 2 എലമെൻറ്റ്, സെക്കൻഡ് ഗ്രൂപ്പ് എലമെൻറ്റുകൾ ഓൾവേസ് അത് +2 ആണ്.
അതും നേരത്തെ പറഞ്ഞ പോലെ എലമെൻ്ററി സ്റ്റേറ്റിലാണെങ്കിലല്ല, അതൊരു കോമ്പൗണ്ട് ആയിട്ട് വരുമ്പോഴാണ്. ഫോർ എക്സാമ്പിൾ MgSO4 എന്ന് കണ്ടു, നോക്കിക്കേടാ, MgSO4 ഇതിലിപ്പോൾ ഒരു കോമ്പൗണ്ട് ആണല്ലോ. മഗ്നീഷ്യം എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് 2 എലമെൻറ്റാണ്. സോ +2 ആണ് ഓക്സിഡേഷൻ നമ്പർ. ക്ലിയർ അല്ലേ? 4 റൂള് പറഞ്ഞു, 4 വളരെ സിമ്പിളാണ്. 5ാമത്തെ റൂള് പഠിച്ചു വെച്ചോ. റൂൾ നമ്പർ 5, ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ നമ്പർ ജനറലി +1 ആണ്. അത് ജനറലി എന്ന് തന്നെ പറയണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി അത് +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ലാത്ത സ്ഥലവും വരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ കാണാം. H2O, അതുപോലെ CH4, അതുപോലെ NH3 എന്നൊക്കെ പറയുന്നിടത്തൊക്കെ നമുക്ക് ഹൈഡ്രജൻ ഉണ്ടല്ലോ. ഇവിടെ എല്ലാം ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഹൈഡ്രജൻ ഈസ് +1. ഇവിടെ +1, ഇവിടെ +1, ഇവിടെ +1. അപ്പോൾ അതിനൊരു എക്സെപ്ഷൻ ഉണ്ട്. ജനറലി എന്ന് പറയുമ്പോൾ തന്നെ അത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം. ഒരു എക്സെപ്ഷൻ ഉണ്ട്. ആ എക്സെപ്ഷൻ ഇതാണ്, മെറ്റൽ ഹൈഡ്രൈഡുകൾ. മെറ്റൽ ഹൈഡ്രൈഡുകൾ ഫോർ എക്സാമ്പിൾ ലിഥിയം ഹൈഡ്രൈഡ് കണ്ടോ. അപ്പോൾ ഒരു മെറ്റലിൻ്റെ കൂടെയാണ് ഹൈഡ്രജൻ വന്നത്. അല്ലെങ്കിൽ Ca കാൽസ്യം ഹൈഡ്രൈഡ്, ഇതിപ്പോൾ ഒരു മെറ്റലിൻ്റെ കൂടെയാണ് ഹൈഡ്രജൻ വന്നത്. മെറ്റൽ ഹൈഡ്രൈഡുകളാണെങ്കിൽ അയാളുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1 ആയിരിക്കും. കാരണം ഈ ലിഥിയത്തിന് +1 ആവൽ നിർബന്ധമാണെന്ന് തൊട്ട് മുമ്പത്തെ റൂളിൽ, 3ാമത്തെ റൂളിൽ ഞാൻ പറഞ്ഞാണല്ലോ. ആ റൂളിൻ്റെ ഓർഡറിൽ തന്നെ ഇമ്പോർട്ടൻസ് വിചാരിച്ചാൽ മതി. അപ്പോൾ ലിഥിയത്തിന് +1 ആണെങ്കിൽ ന്യൂട്രലൈസ് ചെയ്യാൻ ഹൈഡ്രജൻ്റേത് -1 ആയേ പറ്റൂ. എന്ന പോലെ കാൽസ്യം ഒരു ഗ്രൂപ്പ് 2 എലമെൻറ്റാണ്. സോ അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഈസ് ഓൾവേസ് +2. അതിനെ ന്യൂട്രലൈസ് ചെയ്യണമെങ്കിൽ 2 ഹൈഡ്രജൻ ഉള്ളത് കൊണ്ട് ഒരു ഹൈഡ്രജന് -1 ആയേ പറ്റൂ. ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ? ഇവിടെ +2 ആണ്. അപ്പോൾ ടോട്ടൽ -2 വരണം. ടോട്ടൽ -2 വരണമെങ്കിൽ ഒരു ഹൈഡ്രജന് -1 വരണം. അപ്പോൾ ജനറലി ദി ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ഹൈഡ്രജൻ ഈസ് +1, ബട്ട് ഇൻ ദി കേസ് ഓഫ് മെറ്റൽ ഹൈഡ്രൈഡ്സ് ദി ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ഹൈഡ്രജൻ ഈസ് -1. എക്സെപ്ഷണലി അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ 6ാമത്തെ റൂൾ ഇതാണ്, ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഓക്സിജൻ. ഓക്സിജൻ്റെ ഓക്സിഡേഷൻ നമ്പർ ജനറലി -2 ആണ്. ഇവിടെയും ഒരു ജനറലി കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി എക്സെപ്ഷൻസ് ഉണ്ട്. അപ്പോൾ എക്സെപ്ഷൻ ഇല്ലാത്ത സ്ഥലങ്ങളൊക്കെ നമുക്ക് ആദ്യം ഒന്ന് ഡിസ്കസ് ചെയ്തേക്കാം. നമ്മുടെ കാർബൺ ഡയോക്സൈഡ്, അല്ലെങ്കിൽ MgSO4, അല്ലെങ്കിൽ H3PO4, ഇങ്ങനെ പല സ്ഥലങ്ങളിൽ ഓക്സിജനെ നിങ്ങൾ കാണുമല്ലോ. അവിടെ എല്ലാം ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് -2 ആണ്. ഇവിടെ -2, ഇവിടെ -2, ഇവിടെ -2, ഇവിടെ ഒക്കെ -2 ആണ്. അപ്പോൾ എക്സെപ്ഷൻസ് നമുക്കൊന്ന് ഇതിൻ്റെ കൂടെ തന്നെ ഡിസ്കസ് ചെയ്യാം. എക്സെപ്ഷൻസ്, ഇതിൻ്റെ വരുന്ന എക്സെപ്ഷൻസ് 2 എണ്ണമാണ്. ഒന്ന് ഇൻ പെറോക്സൈഡ് നിങ്ങൾക്കറിയില്ലേടാ. ഫോർ എക്സാമ്പിൾ H2O2 പോലെയുള്ള ഹൈഡ്രജൻ പെറോക്സൈഡ്. ഈ പെറോക്സൈഡുകളിലെല്ലാം ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് -1 ആണ്. ഓർത്ത് വെച്ചോളൂ. ജനറലി -2 ആണ്, പക്ഷേ പെറോക്സൈഡുകളിൽ -1 ആണ്. ഇപ്പോൾ ഹൈഡ്രജൻ്റേത് +1 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ 2 ഹൈഡ്രജനും കൂടി +2 ചാർജ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനെ ന്യൂട്രലൈസ് ചെയ്യണമെങ്കിൽ 2 ഓക്സിജനിൽ ഒരാൾക്ക് -1 വരണം. അപ്പോഴല്ലേടാ ടോട്ടൽ ചാർജ് 0 ആവുക. +1 × 2 -1 × 2 തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്താലല്ലേ +2 -2 കിട്ടുക. അപ്പോഴല്ലേ നമുക്കത് ടോട്ടൽ ചാർജ് 0 ആവുക. അപ്പോൾ ജനറലി ഇങ്ങനെ മനസ്സിലാക്കി വെച്ചോ. പെറോക്സൈഡുകൾ വന്നാൽ വേറൊരു പെറോക്സൈഡാണ് Na2O2. ഇവിടെയും ഓക്സിജൻ എന്താണ്? -1 ആണ്. വേറൊരു പെറോക്സൈഡാണ് CaO2, കാൽസ്യം പെറോക്സൈഡ് CaO2. അവിടെയും -1 ആണ്. പെറോക്സൈഡുകളിൽ ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1 ആണ്. വേറൊരു എക്സാമ്പിൾ, 2ാമത്തെ എക്സാമ്പിളാണ് വിത്ത് ഫ്ലൂറിനുമായിട്ടുള്ള കോമ്പൗണ്ടുകൾ. ഈ ഫ്ലൂറിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഫ്ലൂറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഓൾവേസ് വിത്തൗട്ട് എക്സെപ്ഷൻ ഫ്ലൂറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓൾവേസ് -1 ആണ്. അപ്പോൾ ഫ്ലൂറിനുമായിട്ടൊരു കോമ്പൗണ്ട് ഓക്സിജൻ ഉണ്ടാക്കിയാൽ 2 കോമ്പൗണ്ടാണ് ഉണ്ടാക്കുന്നത്. OF2 എന്ന് പറയുന്ന ആളും O2F2 എന്ന് പറയുന്ന ആളുമാണ് ഓക്സിജനും ഫ്ലൂറിനും തമ്മിലുള്ള 2 കോമ്പൗണ്ടുകൾ. അപ്പോൾ നിങ്ങളൊന്ന് നോക്കിക്കേടാ, ഇവിടെ ഫ്ലൂറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1 അല്ലേടാ. അപ്പോൾ ഫ്ലൂറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓൾവേസ് -1 ആണല്ലോ. അപ്പോൾ -1 × 2 -2. അതിനെ ന്യൂട്രലൈസ് ചെയ്യണമെങ്കിൽ ഇവിടെ ഓക്സിജൻ +2 എന്ന് വരണം. അപ്പോൾ ജനറലി -2 ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞതിന് എക്സെപ്ഷൻ അല്ലേ ഇവിടെ സംഭവിച്ചത്, +2 ആണ്. എന്ന പോലെ അപ്പുറത്ത് നോക്കിക്കേ, ഇവിടെ ഫ്ലൂറിൻ -1 ആണ്. എപ്പോഴും ഫ്ലൂറിൻ -1 ആണ്. അപ്പോൾ അതിനെ ന്യൂട്രലൈസ് ചെയ്യണമെങ്കിൽ ഇവിടെ ഓക്സിജൻ -1 ആയല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -2 എന്നതിൽ നിന്ന് മാറിയിട്ട് -1 അല്ല, സോറി, +1 ആയിട്ടേ വരുള്ളൂ. +1, -1 അല്ല, +1. അപ്പോൾ +1 × 2 +2, -1 × 2 -2. അപ്പോൾ അത് ക്യാൻസൽ ചെയ്ത് 0 ആയിക്കോളും. അപ്പോൾ ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -2 അല്ലാത്ത 2 സ്ഥലം പറഞ്ഞു. അതിൽ തന്നെ പോസിറ്റീവ് വരുന്ന സ്ഥലവും പറഞ്ഞു. ഓക്സിജന് പോസിറ്റീവ് വരണമെങ്കിൽ കൂടെ വരുന്ന ആൾ നിർബന്ധമായും ഫ്ലൂറിനായേ പറ്റൂ എന്നൊന്നും ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ 6 റൂളായി മോനെ. ഇനി 7ാമത്തെ റൂൾ പഠിച്ചോ. 7th റൂൾ ഇതാണ്, ടോട്ടൽ ഓക്സിഡേഷൻ നമ്പർ ഇൻ എ ന്യൂട്രൽ കോമ്പൗണ്ട്. ഒരു ന്യൂട്രൽ ആയിട്ടുള്ള കോമ്പൗണ്ടിലെ ടോട്ടൽ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് =0. 0 ആയിരിക്കണം. അപ്പം നമ്മൾ ആ റൂൾ എങ്ങനെയാണ് ഉപയോഗിക്കുക എന്ന് ഞാൻ കാണിച്ചുതരാം. ഫോർ എക്സാമ്പിൾ MgSO4 എന്ന് പറയുന്ന ഒരാളെ കണ്ടു.
അപ്പോൾ അതിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരൊക്കെ ഞാനിവിടെ മാർക്ക് ചെയ്യാം. മാഗ്നീഷ്യം +2 ആണ്, കാര്യം അത് ഗ്രൂപ്പ് 2 എലമെൻ്റ് ആണ്. ഓക്സിജൻ എക്സെപ്ഷൻസ് ഒന്നും ഇല്ലാത്ത സ്ഥലമായതുകൊണ്ട് -2 ആണ്. ഇവിടെ ഇപ്പോൾ എനിക്ക് അറിയാത്ത ഒരാൾ സൾഫറാണ്. സൾഫറിൻ്റെ വാല്യൂ ഞാൻ എക്സ് എന്ന് എടുക്കണം. എന്നിട്ട് ഞാൻ ഈ റൂൾ വായിക്കുകയാണ്. ടോട്ടൽ ഓക്സിഡേഷൻ നമ്പർ ഇൻ എ ന്യൂട്രൽ കോമ്പൗണ്ട്. ഇതിപ്പോൾ ഒരു ന്യൂട്രൽ കോമ്പൗണ്ട് ആണല്ലോ. MgSO4 എന്ന് കഴിഞ്ഞു. MgSO4 മൈനസ്ന്നോ MgSO4 പ്ലസ് എന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ഓക്സിഡേഷൻ നമ്പർ 0 ആയിരിക്കും. അപ്പോൾ ഞാൻ ടോട്ടൽ ഓക്സിഡേഷൻ നമ്പർ കൂട്ടുകയാണ്. മാഗ്നീഷ്യത്തിൻ്റേത് +2 പ്ലസ് സൾഫറിൻ്റേത് എക്സ്, ഓക്സിജൻ്റേത് -2 ആണ്. അങ്ങനത്തെ 4 ഉള്ളത് കൊണ്ട് -8. ടോട്ടൽ ഈസ് ഈക്വൽ ടു 0. എന്താ ഗുണം? അൺനോൺ ആയിട്ടുള്ള എലമെൻറ്റുകളുടെ ഓക്സിഡേഷൻ നമ്പർ നമുക്ക് ഇവിടെ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. x - 6 is equal to 0, then x is equal to +6. ക്ലിയർ അല്ലേ? എങ്ങനെയാണ് x +6 വന്നതെന്ന് മനസ്സിലായില്ലേ? അങ്ങനെ അൺനോൺ ആയിട്ടുള്ള കോമ്പൗണ്ടുകളുടെ ഓക്സിഡേഷൻ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മളിത് സഹായിക്കും. Mg2P2O7 അടുത്തൊരു കോമ്പൗണ്ടാണ്. Mg2P2O7 ഉള്ള ഫോസ്ഫറസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണണം. അപ്പോൾ മാഗ്നീഷ്യത്തിൻ്റേത് +2 ആണെന്ന് നമുക്കറിയാം. മാഗ്നീഷ്യം +2 ആണ്. ഫോസ്ഫറസ് അറിയില്ലാത്തത് കൊണ്ട് x, ഓക്സിജൻ -2. ടോട്ടൽ വിൽ ബി ഈക്വൽ ടു 0. അപ്പോൾ +2 × 2 എത്രയാടാ? +4. x × 2, ഇവിടെ ആ 2 എടുക്കാൻ മറക്കരുത് എന്നുള്ളതാണ് ഈ കോമ്പൗണ്ട് എഴുതുന്നതിലൂടെ ഞാൻ ഉദ്ദേശിച്ചത്. x × 2 എത്രയാടാ? +2x. -2 × 7 എത്രയാടാ? -14 is equal to 0. സോ 2x +4 -14 -10 is equal to 0. Then 2x is equal to +10, x is equal to +5 എന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരും. ക്ലിയർ അല്ലേടാ? ഇങ്ങനെ നമുക്ക് ആരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, അൺനോൺ ആയിട്ടുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണാൻ റൂൾ നമ്പർ 7 നമ്മളെ സഹായിക്കും. ആൻഡ് ഫൈനലി റൂൾ നമ്പർ 8, ടോട്ടൽ ഓക്സിഡേഷൻ നമ്പർ ഓഫ് എ ചാർജ്ഡ് മോളിക്യൂൾ. ഒരു ചാർജ്ഡ് മോളിക്യൂൾ ആണ് അല്ലെങ്കിൽ ചാർജ്ഡ് കോമ്പൗണ്ട് ആണ് എങ്കിൽ അയാളുടെ ടോട്ടൽ ഓക്സിഡേഷൻ നമ്പർ വിൽ ബി ഈക്വൽ ടു ഇറ്റ്സ് ചാർജ്. അയാളുടെ ചാർജിന് ഈക്വൽ ആയിരിക്കും. അതെന്താ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. എല്ലാവരും ഒന്ന് നോക്കിയടാ. MnO4- എന്ന് കണ്ടു. MnO4-. ഇതിലിപ്പോൾ മാംഗനീസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണണം. നമ്മൾ എന്താ ചെയ്യുക? എക്സ് എന്ന് എടുക്കുക. ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -2 ആണെന്ന് നമുക്കറിയാം. ഇതൊരു ചാർജ്ഡ് മോളിക്യൂളാണ്. ഈ ചാർജ്ഡ് മോളിക്യൂൾ എന്ന് പറയാൻ കാരണം അതിനൊരു -1 ചാർജ് ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ സം എടുത്തു കഴിഞ്ഞാൽ സം എങ്ങനെ എടുക്കുക? മാംഗനീസിൻ്റേത് എക്സ്, ഓക്സിജൻ്റേത് -2 × 4 -8. ടോട്ടൽ ഈസ് ഈക്വൽ ടു 0 എന്നല്ലേ നേരത്തെ നമ്മൾ എഴുതിയത്. ഇവിടെ ഈ മോളിക്യൂൾ ചാർജ്ഡ് ആയതുകൊണ്ട് വിൽ ബി ഈക്വൽ ടു ഇറ്റ്സ് ചാർജ്. അതിൻ്റെ ചാർജിന് ഈക്വൽ ആയിരിക്കും. സോ ദി വാല്യൂ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു -8 അപ്പുറത്തേക്ക് പോയാൽ അത് +8 ആകും. +8 -1 +7 ഈസ് ദി ആൻസർ. ക്ലിയർ ആണല്ലോ? പൊന്നു മക്കളെല്ലാവരും ഹൃദയം വിശാലമാക്കി ഞാൻ ഈ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഒന്ന് കണ്ടേ. Cr2O7 2- ക്രോമിയത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണെന്ന് എല്ലാവരും വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഒറ്റക്കൊന്ന് ഉത്തരം കണ്ടേടാ. നിങ്ങൾ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം വീഡിയോ കണ്ടിന്യൂ ചെയ്യുക. വാല്യൂ ഓഫ് ക്രോമിയം ഈസ് x ആൻഡ് ഓക്സിജൻ്റെ ഓക്സിഡേഷൻ നമ്പർ -2. ടോട്ടൽ വിൽ ബി ഈക്വൽ ടു -2. ശരിയല്ലേടാ? അപ്പോൾ 2 × x 2x, -2 × 7 -14 will be equal to -2. Then 2x is equal to +12 എന്ന് വരും. x is equal to +6 എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ 8 റൂളുകളെ കൊണ്ട് ലോകത്തുള്ള ഏത് കോമ്പൗണ്ടിൻ്റെയും ഓക്സിഡേഷൻ നമ്പർ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മനോഹാരിത. ഇത് കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ ഓക്സിഡേഷൻ നമ്പറും കാണാനുള്ള മെത്തേഡ് പഠിച്ചു കഴിഞ്ഞാൽ റെഡോക്സ് റിയാക്ഷനിൽ എൻട്രൻസിന് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുകളിൽ നല്ലൊരു ശതമാനത്തിൻ്റെയും ആൻസർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് 8 റൂൾ എഴുതി കഴിഞ്ഞതിന് ശേഷം ഇനി ഞാൻ പറയുന്ന കാര്യം കേൾക്കുന്നതിന് മുമ്പ് ഇതേ സാധനങ്ങൾ ഒന്നുകൂടെ ഒന്ന് റിവൈൻഡ് ചെയ്യുക. കുഞ്ഞുങ്ങളെ, അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് സ്റ്റോക്ക് നൊട്ടേഷൻ. സ്റ്റോക്ക് നൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു എലമെൻറ്റിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് റോമൻ നമ്പറിൽ നമ്മൾ അങ്ങോട്ട് റെപ്രസെൻ്റ് ചെയ്യലാണ്. ഫോർ എക്സാമ്പിൾ FeCl3 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ക്ലോറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഗ്രൂപ്പ് 17 എലമെൻ്റ് ആയതുകൊണ്ട് -1 ആണ്. 3 ക്ലോറിൻ -3. അപ്പോൾ അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ Fe+3 എന്ന് എടുക്കേണ്ടി വരും. ശരിയല്ലേടാ? +3 ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പോൾ അതിനെങ്ങനെ നമ്മൾ സ്റ്റോക്ക് നൊട്ടേഷനിൽ റെപ്രസെൻ്റ് ചെയ്യുക? Fe3Cl3 എന്ന് എഴുതും. അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ കൂടി റോമൻ നമ്പറിൽ കൂടെ ഇങ്ങോട്ട് എഴുതി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദി സ്റ്റോക്ക് നൊട്ടേഷൻ. MnO2 ആണെങ്കിലോ മാംഗനീസിൻ്റേത് നമുക്കറിയില്ല, ഓക്സിജൻ -2 ആണ്. 2 ഓക്സിജൻ -4 ന്യൂട്രലൈസ് ചെയ്യാൻ മാംഗനീസ് ഇസ് +4. അപ്പോൾ നമ്മളെങ്ങനെയാണ് അതിൻ്റെ സ്റ്റോക്ക് നൊട്ടേഷൻ എഴുതുക? മാംഗനീസ് റോമൻ നമ്പർ 4O2. എത്ര സിമ്പിളാണെന്ന് നോക്കിയേ. അതുകൊണ്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സാധ്യത കുറവാണ്. അങ്ങനെ നീയൊന്നും ഡോക്ടർ ആവണ്ട. അടുത്ത് നോക്കിയേടാ, ടൈപ്സ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ. വെരി ഇമ്പോർട്ടൻറ്റ്. ടൈപ്സ് ഓഫ് റിഡോക്സ് റിയാക്ഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. 1, 2, 3, 4 ടൈപ്പ് റിഡോക്സ് റിയാക്ഷൻ ഉണ്ടെന്ന് നമുക്കറിയാം. താഴെ പറയുന്നതിൽ ഏതാണ് ഡീകമ്പോസിഷൻ റിയാക്ഷൻ? താഴെ പറയുന്നതിൽ ഏതാണ് ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ? താഴെ പറയുന്നതിനെ ഡീകമ്പോസിഷൻ, ഡിസ്പ്രൊപ്പോർഷനേഷൻ, കോമ്പിനേഷൻ, ഡീകമ്പോസിഷൻ എന്നെല്ലാം ഡിസ്പ്ലേസ്മെൻറ്റ് എന്നെല്ലാം തരംതിരിക്കുക. ഇത്യാദി ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എൻട്രൻസിന് എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ അതൊന്ന് പഠിച്ചേടാ. ഏതൊക്കെയാണ്? ഒന്നാമൻ കോമ്പിനേഷനാണ്.
കോമ്പിനേഷൻ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും. രണ്ടാളുകൾ കൂടിച്ചേർന്ന് മൂന്നാമതൊരാളായി മാറുന്നതാണ് കോമ്പിനേഷൻ. അപ്പോൾ നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കിയാൽ മതി. നമുക്കിപ്പോൾ ഇത് പബ്ലിക് എക്സാമിന് നീട്ടിപ്പരത്തി എഴുതേണ്ട, വിത്ത് എക്സാമ്പിൾ എഴുതേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഒരു എക്സാമ്പിളാണ് കണ്ടാൽ ഇത് കോമ്പിനേഷൻ ആണ്, നമുക്ക് മനസ്സിലാകാൻ വളരെ എളുപ്പമാണ്. രണ്ടാളുകൾ കൂടിച്ചേർന്ന് മൂന്നാമത്തെ ഒരാളായി മാറുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് കോമ്പിനേഷൻ റിയാക്ഷൻ. ദെൻ അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഡീകമ്പോസിഷൻ. ഡീകമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തായിരിക്കും? ഒരാൾ വിട്ടുപിരിഞ്ഞിട്ട്, എ എന്ന് പറയുന്ന ആൾ വിട്ടുപിരിഞ്ഞിട്ട് ബി പ്ലസ് സി മറ്റൊരു രണ്ടാൾക്കാരായി മാറുക. അവിടെ ബോണ്ട് ബ്രേക്കിംഗ് ആണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കും, പെട്ടെന്ന് മനസ്സിലാക്കും. എക്സാമ്പിൾ ചെയ്യുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം. മൂന്നാമത്തതും നാലാമത്തതുമാണ് ഒന്ന് ശ്രദ്ധിക്കാനുള്ളത്, ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. എടാ, സിങ്കും CuSO4 തമ്മിൽ റിയാക്ട് ചെയ്താൽ Cu പ്ലസ് ZnSO4 ആയി മാറുന്ന കഥ നമ്മളെപ്പോഴും കേട്ടിട്ടുണ്ടാകും. അതിൻ്റെ കളറിലെ ചേഞ്ചൊക്കെ അറിയില്ല. എടാ, കോപ്പർ സൾഫേറ്റിന് ഒരു ബ്ലൂ കളർ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ബ്ലൂ കളറുള്ള കോപ്പർ സൾഫേറ്റിലേക്ക് ഞാൻ സിങ്ക് റോഡ് ഇറക്കി വെക്കുന്ന സമയത്ത് അതിൻ്റെ ബ്ലൂ കളർ ഡിസപ്പിയർ ചെയ്യുന്നു. ഇതിന് കളർലെസ് ആണ്, ബ്ലൂ കളർ ഡിസപ്പിയർ ചെയ്യുന്നു. വാട്ട് ഈസ് ദി കെമിക്കൽ റിയാക്ഷൻ ബിഹൈൻഡ് ദിസ് ഫിനോമിനൺ എന്നൊക്കെ പബ്ലിക് എക്സാമിന് നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുള്ളതാണ്. ഇതാണ് ആ റിയാക്ഷൻ. നിങ്ങൾ ആ SO4 നോക്കിക്കേ, CuSO4 നോക്കിക്കേ. CuSO4 ഇങ്ങനെ മര്യാദയ്ക്ക് ജീവിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലല്ലടാ അതിൻ്റെ ഇടയിൽ ഒരു സിങ്ക് നാറി വന്നത്. സിങ്ക് വന്നിട്ട് ആ കോപ്പറിന് അവിടെ നിന്ന് സ്ഥലം മാറ്റി, എന്നിട്ട് പകരം അവിടെ സിങ്ക് കയറിയിരുന്നു. കോപ്പർ ഇവിടെ വെറുതെ ഇരിക്കല്ലേ, കോപ്പർ ശശിയായില്ലേ. CuSO4ൻ്റെ കൂടെ സുഖമായി ഉറങ്ങിയും ജീവിച്ചു കൊണ്ടിരുന്ന കോപ്പർ ഇപ്പോൾ ഒറ്റയ്ക്കിരിക്കുന്നത് കണ്ടില്ലേ. കോപ്പറിന് അവിടുന്ന് സ്ഥലം മാറ്റി, ഡിസ്പ്ലേസ്മെൻറ്റ് നടത്തി. ആര്? സിങ്ക് നടത്തി. ഈ ടൈപ്പ് ഓഫ് റിഡോക്സ് റിയാക്ഷനെ കണ്ടാൽ നമുക്ക് മനസ്സിലാകും. ഇവിടെ ബോണ്ട് ബ്രേക്കിംഗ്, ബോണ്ട് ഫോർമേഷൻ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഒരാളെ ഒഴിവാക്കി മറ്റൊരാൾ കയറി വരുന്ന ഒരു പ്രതിഭാസമാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്ന പേരിൽ മനസ്സിലാക്കേണ്ടത്. ആൻഡ് ദി ലാസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, ലാസ്റ്റ് ഞാൻ ഒരാൾ സ്റ്റാറൊക്കെ ഇട്ട് വെക്കുന്നുണ്ട്, ഇയാളാണ് ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ. ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ്റെ സ്പെല്ലിംഗ് അറിയില്ലെങ്കിൽ ബോഡി നോക്കിയിട്ട് എഴുതണേ. എടാ, ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറയുന്ന H2O2. നിങ്ങൾക്കറിയാം ഹൈഡ്രജൻ പെറോക്സൈഡ് മെഡിക്കൽ ഷോപ്പിൽ വാങ്ങാൻ കിട്ടും. അതിങ്ങനെ കുറേ കാലം തുറന്നു വെച്ചാൽ അത് പച്ചവെള്ളമായിട്ട് മാറും. ഹൈഡ്രജൻ പെറോക്സൈഡിന് അങ്ങനെ ഒരു പരിപാടിയുണ്ട്. അത് പച്ചവെള്ളവും ഹാഫ് ഓക്സിജനുമായിട്ട് മാറും. നിങ്ങളിതിൽ ഹൈഡ്രജനെ സൂക്ഷിച്ച് നോക്ക്. ഹൈഡ്രജനെ നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്ക്. നോക്കി ഇനി ആ ഭാഗത്തേക്ക് നോക്കേണ്ട കാര്യം. ഇനി കഥ നടക്കുന്നത് ഓക്സിജനിലാണ്. ഹൈഡ്രജൻ ഇവിടെയും +1 അവിടെയും +1, ഹൈഡ്രജന് മാറ്റമൊന്നുമില്ല. എടാ, ഹൈഡ്രജൻ പെറോക്സൈഡ് ആയതുകൊണ്ട് പെറോക്സൈഡിൽ ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1 ആണെന്ന് നേരത്തെ ഇതേ വലുപ്പത്തിൽ ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നല്ലേ. എടാ, അത് -1 ആണ്. H2 ഓയിൽ ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വിത്തൗട്ട് എക്സെപ്ഷൻ ഒന്നും ഇല്ലാത്ത കേസാണ് -2. ഇനി അതൊന്നും ഓർത്ത് ബുദ്ധിമുട്ടണ്ട, ഹൈഡ്രജൻ +1 ആണല്ലോ, ന്യൂട്രലൈസ് ചെയ്യാൻ ഓക്സിജൻ -2 ആയല്ലേ പറ്റൂ. ഇവിടെ ഓക്സിജൻ O2 എന്നുണ്ട്, ഹാഫ് O2 എന്നുണ്ട്. ഓക്സിജൻ എന്താണ്? എലമെൻ്ററി സ്റ്റേറ്റിലാണ് ഓക്സിജൻ കിടക്കുന്നത്. എലമെൻ്ററി സ്റ്റേറ്റിൽ ഓക്സിജൻ കിടക്കുമ്പോൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആണെന്ന് എല്ലാവർക്കും അറിയാവുന്ന നഗ്നമായ സത്യമാണ്. പൊന്നുമക്കളെ, ഇങ്ങോട്ട് നോക്ക്. ഇവിടെ 2 ഓക്സിജൻ ഇല്ലേടാ. ആ 2 ഓക്സിജനിൽ ഒരു ഓക്സിജൻ വാട്ടറിലേക്കും മറ്റൊരു ഓക്സിജൻ ഹാഫ് O2 എന്ന ഫ്രീ ആയിട്ട് നിൽക്കുന്ന ഓക്സിജനുമായിട്ടല്ലേ മാറിയത്, അല്ലേ? 2 ഓക്സിജൻ, ഒരാൾ ഇവിടെ ഒരാൾ അവിടെയുണ്ട്. അപ്പോൾ ഡിസ്പ്രൊപ്പോർഷനേഷൻ നടക്കണമെങ്കിലുള്ള ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കണ്ടീഷൻ അതാണ്. ഏതെങ്കിലും ഒരു എലമെൻറ്റ് പ്രൊഡക്റ്റിൻ്റെ സൈഡിൽ 2 കോമ്പൗണ്ടുകളിലും വേണം. ഹലോ, ഇവിടെ ഇപ്പോൾ ഏതാണ് എലമെൻറ്റ്? ഓക്സിജൻ. ഈ കോമ്പൗണ്ടിൽ ഓക്സിജൻ ഉണ്ട്, ഈ കോമ്പൗണ്ടിൽ ഓക്സിജൻ ഉണ്ട്. അപ്പോൾ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ എന്ന് വെച്ചാൽ ഓക്സിഡേഷൻ നമ്പറിലേക്കൊക്കെ ചാടിക്കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അതാണ്. ഈ പ്രൊഡക്റ്റിൻ്റെ സൈഡിലുള്ള ആൾക്കാരുണ്ടല്ലോ, അവിടെ എവിടെയെങ്കിലും ഒരേ എലമെൻറ്റ് 2 വരുന്നുണ്ടോ നോക്കണം, എന്നാലേ അത് ഡിസ്പ്രൊപ്പോർഷനേഷൻ ആവുള്ളൂ. ഇവിടെ പാരാ? ഓക്സിജൻ. ഇപ്പോൾ ഇയാളോ ഡിസ്പ്രൊപ്പോർഷനേഷൻ ആണെന്ന് നോക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്താ നോക്കേണ്ടത്? പ്രൊഡക്റ്റിൻ്റെ സൈഡിൽ 2 കോമ്പൗണ്ട് ഉണ്ടോ നോക്കണം. ഉണ്ട്. 2 അതിലധികമോ കോമ്പൗണ്ട് വേണം. ആ 2 കോമൺ ആയിട്ട് ഏതെങ്കിലും എലമെൻ്റ് ഉണ്ടോ നോക്കണം. ഉണ്ട്. ആരാ? ഓക്സിജൻ. അങ്ങനെ ഉണ്ടെങ്കിലേ ഇത് ബേസിക്കലി ഡിസ്പ്രൊപ്പോർഷനേഷൻ ആവാൻ ഒരു സാധ്യതയെങ്കിലും ഉള്ളൂ. ഇനി എങ്ങനെയാണ് ഡിസ്പ്രൊപ്പോർഷനേഷൻ ആയതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്സിജൻ -1 എന്നത് -2 ആയി. -1 -2 ആയപ്പോൾ ഓക്സിഡേഷൻ നമ്പർ കുറയല്ലേടാ ചെയ്തത്. ഓക്സിഡേഷൻ നമ്പർ കുറയുന്നതിനെ ഞങ്ങൾ സയൻറ്റിസ്റ്റുകളുടെ റിഡക്ഷൻ എന്നാണ് പേര് വിളിക്കുക എന്ന് ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ ഞാൻ നിന്നെ ഓർമ്മിപ്പിച്ചതാണ്. എന്നാൽ അടുത്തൊരു ഓക്സിജന് -1 0 ആയി. എടാ, -1 0 ആയി എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ നമ്പർ കൂടുതലല്ലേ ചെയ്തത്. ദാറ്റ് ഈസ് ഓക്സിഡേഷൻ. അപ്പോൾ ഇവിടെ ഞാൻ നിന്നോട് ചോദിക്കുക, റിഡക്ഷൻ നടന്നതായിരിക്കാം ഓക്സിജന്, ഓക്സിഡേഷൻ നടന്നതായിരിക്കാം അതും ഓക്സിജന്. റിഡക്ഷനും ഓക്സിഡേഷനും നടക്കുന്നത് സെയിം എലമെൻറ്റിലാണെങ്കിൽ, ഒരേ എലമെൻറ്റിന് റിഡക്ഷനും ഓക്സിഡേഷനും നടക്കുകയാണെങ്കിൽ സച്ച് ടൈപ്പ് ഓഫ് റിയാക്ഷൻ ഇസ് കോൾഡ് ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ. ക്ലിയർ അല്ലേടാ? അപ്പോൾ ഇത്രയുമാണ്
റിഡോക്സ് റിയാക്ഷൻ എന്ന ചാപ്റ്ററിൽ വളരെ അടിസ്ഥാനപരമായിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടതിന് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മളിതിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് മനസ്സിലിപ്പോൾ ഒരു വിഷമം ഉണ്ടാവും, സാറേ ബാലൻസിങ് ഒന്നും പറയാതെ എങ്ങനെയാണ് റിഡോക്സ് റിയാക്ഷൻ, അത് നിനക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മനസ്സിലാകും. എടാ, ഏറ്റവും ചുരുങ്ങിയ രൂപത്തിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു 95% ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് കിട്ടാൻ ഏറ്റവും ചുരുങ്ങിയ രൂപത്തിൽ എങ്ങനെ ചാപ്റ്റർ നിങ്ങളിലേക്ക് എത്തിക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ വൺ ഷോട്ട് വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഇലാബറേറ്റ് ആയിട്ട് മുക്കും മൂലയും മുഴുവനും പറഞ്ഞിട്ട് പഠിപ്പിക്കുകയാണെങ്കിൽ ഏത് ക്വസ്റ്റ്യനാണ് നീറ്റിൽ നിന്ന് ഔട്ടാവുക? അതൊരാളെ കഴിവല്ലല്ലോ. നിങ്ങൾക്ക് ആവശ്യമുള്ളത് പറഞ്ഞ് ആവശ്യമില്ലാത്തത് ഈ 10-40 ദിവസം മാത്രം പരീക്ഷയ്ക്ക് ബാക്കിയിരിക്കുമ്പോൾ ഇനി ഇത് പഠിക്കണ്ടട്ടോ എന്ന് പറയുന്നതാണടാ കഴിവ്. അതുകൊണ്ട് ഇതൊന്ന് ശരിക്ക് പഠിച്ചു വെച്ചോ. എന്നിട്ട് നിനക്ക് ക്വസ്റ്റ്യൻ കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയേ. ഇൻ ദി റിയാക്ഷൻ ഗിവൺ ബിലോ ഐഡന്റിഫൈ ദി സ്പീഷീസ് അണ്ടർഗോയിങ് റിഡോക്സ് റിയാക്ഷൻ. എടാ, സോഡിയം ഒറ്റയ്ക്ക് നിൽക്കുന്നു 0, ഹൈഡ്രജൻ ഒറ്റയ്ക്ക് നിൽക്കുന്നു 0, സോഡിയവും ഹൈഡ്രജനും ഒരുമിച്ച് നിൽക്കുന്നു, സോഡിയം ഗ്രൂപ്പ് 1 എലമെന്റ് +1, ഹൈഡ്രൈഡ് ആണ്. മെറ്റൽ ഹൈഡ്രൈഡുകളിൽ ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എക്സെപ്ഷണലി -1 ആണെന്ന് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്. ജനറലി ഹൈഡ്രജൻ +1 ആണ്, പക്ഷെ മെറ്റലിന്റെ കൂടെ വരുമ്പോൾ -1 ആണ്. ഇനി പറ, സോഡിയത്തിന് എന്ത് സംഭവിച്ചു? സോഡിയം 0 എന്നത് +1 ആയി, ഹൈഡ്രജൻ 0 എന്നത് -1 ആയി. അപ്പോൾ സോഡിയത്തിന് ഓക്സിഡേഷൻ നടന്നു, ഹൈഡ്രജന് റിഡക്ഷനും നടന്നു. അപ്പോൾ സോഡിയം ഈസ് റെഡ്യൂസ്ഡ് എന്നത് തെറ്റാണ്. സോഡിയം ഈസ് ഓക്സിഡൈസ്ഡ് ആൻഡ് ഹൈഡ്രജൻ ഈസ് റെഡ്യൂസ്ഡ് എന്നത് ശരിയാണ്. സോഡിയം അണ്ടർഗോ ഓക്സിഡേഷൻ ആൻഡ് ഹൈഡ്രജൻ അണ്ടർഗോ റിഡക്ഷൻ എന്നതും ശരിയാണ്, അല്ലേ? രണ്ടും ഒരേ സാധനം തന്നെ, തിരിച്ചു മറിച്ചൊക്കെ പറഞ്ഞു എന്നേ ഉള്ളൂ. സോ ദി ആൻസർ ഈസ് ബോത്ത് ബി ആൻഡ് സി. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേടാ, മാച്ച് ദി കോളംസ്, മാഗ്നീഷ്യവും ഓക്സിജനും. അപ്പോൾ ഇതൊക്കെ ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ എന്നതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഡെഫിനിഷൻസ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ച സമയത്ത് ഞാൻ ഒരു 5-6 ആൾക്കാരെ പറഞ്ഞു തന്നില്ലേ? അതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഭയങ്കര സിമ്പിളാണ്, നോക്കിയാൽ മനസ്സിലാവും. അഡീഷൻ ഓഫ് ഓക്സിജൻ അല്ലേ ഇടാ നടന്നേ? അഡീഷൻ ഓഫ് ഓക്സിജൻ എവിടെ? അഡീഷൻ ഓഫ് ഓക്സിജൻ R. അപ്പോൾ AR എന്ന് വന്നു. AR ഉള്ള 2 ഓപ്ഷൻസ് ഉണ്ട്. ഇനി അടുത്ത് നോക്കാം, മാഗ്നീഷ്യവും ക്ലോറിനും ആഡ് ചെയ്യുന്നു. അപ്പോൾ ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ക്ലോറിൻ ഒരു ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ആളാണ്. ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ആളുടെ അഡീഷനാണ് നടക്കണേ. അഡീഷൻ ഓഫ് ഇലക്ട്രോ നെഗറ്റീവ് എലമെൻറ്റ് ക്ലോറിൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്, BS. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ ബി. ബാക്കി പറഞ്ഞ് ഞാൻ വീഡിയോയുടെ ലെങ്ത് കൂട്ടുന്നില്ല, നിങ്ങൾക്ക് ബാക്കി ഒന്ന് മാച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. When a strip of metallic zinc is placed in aqueous solution of copper nitrate CuNO3 twice, എടാ എന്ത് സംഭവിക്കുന്നു? അതിൻ്റെ ബ്ലൂ കളർ ഡിസപ്പിയർ ചെയ്യുന്നു. നേരത്തെ ഞാൻ പറഞ്ഞു. അപ്പോൾ സിങ്ക് CuNO3യിലേക്ക് വരുമ്പോൾ ഈ സിങ്ക് NO3 ട്വൈസ് ആയിട്ട് മാറുന്നു. ശരിയല്ലേടാ? NO3 ട്വൈസ് പ്ലസ് Cu കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എന്താണ് ഉണ്ടാകുന്നത്? ഡ്യൂ ടു ദി ഫോർമേഷൻ എന്താണ് ഇവിടെ ഉണ്ടാകുന്നത്? അത് കാരണം ആണല്ലോ ഇതിൻ്റെ കളർ നഷ്ടപ്പെട്ടത്. എന്താ ഉണ്ടായത്? ZnNO3 ട്വൈസ് ആണ്. അല്ലെങ്കിൽ സിങ്കിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇവിടെ +2 ആണ്. കാര്യം NO3 എന്നതിൻ്റെ ചാർജ് -1 ആണല്ലോ. NO3 -1 ആണ്. 2 NO3 വരുമ്പോൾ -2. അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ സിങ്ക് +2 സ്റ്റേറ്റിൽ നിൽക്കണം. സോ ദാറ്റ് ഈസ് ദി ചേഞ്ച് ഇൻ ദി കളർ ഈസ് ഡ്യൂ ടു formation of Zn2+. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഹൈഡ്രജൻ ഇൻ NaH. NaH എന്ന് പറഞ്ഞാൽ ഒരു മെറ്റൽ ഹൈഡ്രൈഡാ, അവിടെ -1. കാൽസ്യം ഹൈഡ്രൈഡ് അതും മെറ്റൽ ഹൈഡ്രൈഡാ, -1. ലിഥിയം ഹൈഡ്രൈഡ് അതും മെറ്റൽ ഹൈഡ്രൈഡാ, -1. ജനറലി ദി ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഹൈഡ്രജൻ ഈസ് +1, ബട്ട് എക്സെപ്ഷണലി ദി ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഹൈഡ്രജൻ ഈസ് -1 ഇൻ ഓൾ മെറ്റൽ ഹൈഡ്രൈഡ്സ് എന്ന് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ എല്ലായിടത്തും -1 D. നെക്സ്റ്റ്, ഓക്സിഡേഷൻ നമ്പർ ഓഫ് സൾഫർ ഇൻ S8. 8 വന്നാലും ശരി അത് 0 ആണെന്ന് ഞാൻ നേരത്തെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അടുത്തത് S2F2 ആണ്. എടാ, ഫ്ലൂറിൻ ഈസ് ഓൾവേസ് -1. അപ്പോൾ 2 ഫ്ലൂറിൻ -2 ന്യൂട്രലൈസ് ചെയ്യാൻ ഒരു സൾഫർ +1 വരണം. H2S ഹൈഡ്രജൻ ഈസ് +1. 2 ഹൈഡ്രജൻ +2 ന്യൂട്രലൈസ് ചെയ്യാൻ ഇത് -2 വരണം. അപ്പോൾ സൾഫറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 +1 -2. എവിടെ? 0 +1 -2 ഓപ്ഷൻ A. കണ്ടില്ലേ നിങ്ങൾ? ഇതൊക്കെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു തന്നെ. ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് എക്സ്ട്രാ എന്തെങ്കിലും ഡാറ്റ ഞാൻ തരുന്നുണ്ടോ? ഇല്ലല്ലോ. പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്യാൻ കിട്ടുന്നുണ്ട്. ഇത് പഠിച്ചാൽ മതി. ഓക്സിഡേഷൻ നമ്പർ ഓഫ് നൈട്രജൻ ഇൻ NH4 ട്വൈസ് SO4. ശ്രദ്ധിച്ചോട്ടോ, NH4 ട്വൈസ് SO4. ഈ SO4നെ കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം? SO4 മൊത്തത്തിൽ -2 ചാർജുള്ള ആളാണ്. നിങ്ങൾക്കറിയില്ലേ? H2SO4, MgSO4. ഇവിടെയൊക്കെ SO4 -2 ആണല്ലോ. അപ്പോൾ ഈ SO4നെ ഞാൻ മാറ്റി വെച്ചാൽ അത് -2 ആണ് ചാർജ് എന്നുള്ളത് കൊണ്ട് ഇതിന് മൊത്തത്തിൽ +2 ആയിരിക്കും ചാർജ് ഉണ്ടാവുക. ടോട്ടൽ ചാർജ് 0 ആകണമല്ലോ. എടാ, 2 NH4ന് +2 ആണെങ്കിൽ ഒരു NH4ന് +1 അല്ലേ എടാ ചാർജ് ഉണ്ടാവുക? ഒരു NH4ന് +1 ആണ്. ഇതിലെ നൈട്രജൻ ഓക്സിഡേഷൻ സ്റ്റേറ്റാണ് ചോദിച്ചത്. നൈട്രജൻ്റെ X എടുക്ക്. ഹൈഡ്രജൻ +1 ആണെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ X + 1 × 4 + 4 സം ഈസ് +1.
then x is equal to +4 അങ്ങോട്ട് പോയാൽ -4 +1, so the answer is -3. -3 എന്ന ആൻസർ ഉണ്ടോ? ഉണ്ട്. ഓപ്ഷൻ ഡി ഈസ് ദി കറക്റ്റ് ആൻസർ. ക്ലിയർ ആയില്ലേടാ? മനസ്സിലാക്കിയിട്ട് ചെയ്യണേ. എങ്ങനെയാണ് ഞാൻ ഈ ചെയ്തത് എന്നൊക്കെ മനസ്സിലായിട്ടില്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നിടം മുതൽ ഒന്നുകൂടെ വൃത്തിയായിട്ടൊന്ന് വീഡിയോ കണ്ടാൽ മതി. എനിക്കറിയാം ഓൾറെഡി എൻ്റെ ടോക്ക് ഒരു 1.5 ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കണേ. ഇനി നിങ്ങളും കൂടി വീഡിയോ 1.5 ഇട്ടിട്ട് മൊത്തത്തിൽ ഇത് 2.25 ആക്കരുത്. അതുകൊണ്ട് നിങ്ങളിത് 1 തന്നെ വന്നാൽ മതി. അതല്ലെങ്കിൽ എൻ്റെ സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയുടെ സ്പീഡ് നിങ്ങൾ ഉറക്ക്. അതല്ലെങ്കിൽ രണ്ടാമതൊരിക്കൽ കൂടി കാണും. വെറുതെ എന്തിനാ ഒരു 4 മണിക്കൂറുള്ള വീഡിയോ ആയിട്ട് നമ്മൾ വെറുതെ യൂട്യൂബിൽ പ്രസൻറ്റ് ചെയ്യണേ. അപ്പോൾ എല്ലാവരും അവനവൻ്റെ ആവശ്യത്തിനനുസരിച്ചുള്ള സ്പീഡിലിട്ട് കാണുക. ആവറേജ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് സൾഫർ ഇൻ Na2S4O6. ഇതിൻ്റെ ആവറേജ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് സിമ്പിൾ അല്ലേ? സോഡിയത്തിൻ്റെത് +1 ആണെന്നും സൾഫർ X ആണെന്നും ഓക്സിജൻ -2 ആണെന്നും നമ്മൾ എടുത്തു. ഇനി ബാക്കി മൊത്തം കൂട്ടി നോക്കണം. ടോട്ടൽ 0 ആയിരിക്കും. +1 × 2 +2 X × 4 +4X അല്ലേടാ. -2 × 6 -12 ടോട്ടൽ ഈസ് ഈക്വൽ ടു 0. ദെൻ +2 -2 +4X -10 ഈസ് ഈക്വൽ ടു 0. then 4x is equal to +10 ശരിയല്ലേ. then x is equal to +10/4. 10/4 എന്ന് പറഞ്ഞാൽ 2.5 +2.5. ഓപ്ഷൻ എ ഇസ് ദി കറക്റ്റ് ആൻസർ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കാൽക്കുലേറ്റ് ചെയ്യാൻ അറിഞ്ഞാൽ മതി. വിച്ച് റിയാക്ഷൻ ഇൻവോൾവ്സ് നെയ്തർ ഓക്സിഡേഷൻ ഓർ റിഡക്ഷൻ? എവിടെയാണ് ഓക്സിഡേഷനും റിഡക്ഷനും ഒന്നും ഇല്ലാത്തത്? ഇവിടെ ക്രോമിയത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നോക്കിയേടാ. ഓക്സിജൻ -2 ആണ്. -2 അപ്പോൾ ക്രോമിയത്തിൻ്റെത് ഞാൻ x എന്ന് എടുത്തു. x - 8 ഈസ് ഈക്വൽ ടു -2 അല്ലേടാ. ഇപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള സാമാന്യ ബോധമൊക്കെ ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ പെട്ടെന്ന് ചെയ്തിട്ടുണ്ട്. x ഈസ് ഈക്വൽ ടു -8 അപ്പുറത്തേക്ക് പോയാൽ +8 ആയി. ടോട്ടൽ +6 എന്ന ആൻസർ വരും. ഈ Cr2O7 2- ഒന്ന് ചെയ്ത് നോക്കിയേ. Cr2O7 2- നിങ്ങളൊന്ന് ഒറ്റയ്ക്ക് ചെയ്ത് നോക്കിയേ. ക്രോമിയം x എന്ന് എടുത്തു. അപ്പോൾ 2x എന്ന് വരും +2x. ഇത് -2 എന്ന് എടുത്തു. -2 × 7 -14. ദി ടോട്ടൽ വിൽ ബി ഈക്വൽ ടു -2. 2x is equal to -14 അപ്പുറത്തേക്ക് പോയാൽ +12. x is equal to +6 എന്ന് വരും. അപ്പോൾ ഇവിടെയും +6 ഇവിടെയും +6. നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? +6ഉം +6ഉം വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് ഓക്സിഡേഷനും നടക്കുന്നില്ല, റിഡക്ഷനും നടക്കുന്നില്ല എന്നല്ലയുടെ അർത്ഥം. എയ്തർ ഓക്സിഡേഷൻ നമ്പർ കൂടുകയോ അല്ലെങ്കിൽ കുറയുകയോ ചെയ്യണ്ടേ. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അറ്റോമിക് നമ്പർ ഓഫ് എൻ എലമെൻറ്റ് ഈസ് 22. അറ്റോമിക് നമ്പർ 22 ആണ്. അങ്ങനെയാണെങ്കിൽ അതിന് കാണിക്കാൻ പറ്റിയ ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണെന്ന് നോക്കിക്കോട്ടോ. അറ്റോമിക് നമ്പർ 22 ആണെങ്കിൽ ആ എലമെൻറ്റിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ് വരിക? ആർഗൺ 4s2 3d2 എന്നാണ് വരിക. എടാ ഓക്സിഡേഷൻ നമ്പർ മാക്സിമം വരെ എത്രയെന്ന് അറിയോ? ഇയാളുടെ ഔട്ടർ ഇലക്ട്രോൺസ് മാത്രമേ അയാൾക്ക് നഷ്ടപ്പെടുത്താൻ മാക്സിമം പറ്റുള്ളൂ. ഔട്ടർ ഇലക്ട്രോൺസ് പോയിട്ട് മാത്രമേ അയാൾക്ക്, അതായത് ഇതിൽ നിന്ന് 1 ഇലക്ട്രോൺ പോയാൽ അയാൾക്ക് +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ്, 2 പോയാൽ +2, 3 പോയാൽ +3, 4 പോയാൽ +4. ഇതിൻ്റെ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഐ മീൻ ഔട്ടർ ഷെല്ലിലുള്ളത് എന്ന് പറഞ്ഞാൽ ഈ ആർഗൺ എന്ന നോബിൾ ഗ്യാസ് കോറിൻ്റെ പുറത്തുള്ള ഇത്രയും എലമെൻറ്റ്, ഇത്രയും ഇലക്ട്രോൺസ്, അത് എത്ര ഉണ്ട് ടോട്ടൽ? 4s 2, 3d 2. ഈ 2 ടോട്ടൽ 4 അല്ലേ? ആ 4 മാത്രമേ മാക്സിമം ഈ എലമെൻറ്റിന് കൊടുക്കാൻ കഴിയുകയുള്ളൂ. മാക്സിമം അയാൾക്ക് അതേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മാക്സിമം കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അയാൾക്ക് +4 എന്നല്ലേ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരിക. കാര്യം 4 ഇലക്ട്രോണിന് കൊടുത്താൽ +4 അല്ലേ വരിക. സോ ദി ആൻസർ ഈസ് 4. ക്ലിയർ അല്ലേടാ? ഇവിടെ 4s2 3d 5 എന്നായിരുന്നെങ്കിൽ ടോട്ടൽ ഇലക്ട്രോൺസ് 7 ആണ്. ആ 7 അയാൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഇന്നർ കോറിൽ നിന്ന് ഇലക്ട്രോൺസ് അയാൾക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ the total oxidation number is +4. Maximum oxidation number is +4. Which of the following undergo reaction which reaction involves disproportionation? ഡിസ്പ്രപ്പോർഷനേഷൻ ആണോ അല്ലേ എന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ ഡിസ്പ്രപ്പോർഷനേഷൻ്റെ ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യുന്ന ആൾക്കാരെ മാത്രം നമുക്ക് അതിൽ നിന്ന് സോർട്ട് ചെയ്തെടുക്കാം. എങ്ങനെയായിരുന്നു ഞാൻ പറഞ്ഞത്? ഓക്സിജൻ ഒന്നും ഇപ്പോൾ നോക്കണ്ട. ഓക്സിജനും ഹൈഡ്രജനും അല്ലാത്ത എലമെൻറ്റുകൾ വരുന്നിടത്ത് എന്തായാലും ആ എലമെൻറ്റുകൾക്കാണ് ഡിസ്പ്രപ്പോർഷനേഷൻ നടക്കുക. ഓക്സിജനോ ഹൈഡ്രജനോ ആയിരിക്കില്ല. അപ്പോൾ നിങ്ങൾ നോക്കിയേടാ, ഈ പ്രൊഡക്റ്റിൻ്റെ സൈഡിൽ കോപ്പർ വരുന്ന വേറെ ഏതെങ്കിലും ഉണ്ടോ? ഇല്ല. സൾഫർ ഇവിടെ 2 ഉണ്ട്. ശരിയാ, സൾഫർ 2 ഉണ്ട്. അപ്പോൾ അതവിടെ നിന്നോട്ടെ. അയാൾക്ക് ഒരു ഡിസ്പ്രപ്പോർഷനേഷൻ ആവാനുള്ള ചാൻസ് ഉണ്ട്, ബേസിക് ക്വാളിറ്റി ഉണ്ട്. ഇവിടെ ആഴ്സനിക്ക് വേറെ എവിടെ ഉണ്ടോ? ഇല്ല. സൾഫർ വേറെ എവിടെ ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇയാൾക്ക് എന്തായാലും ഡിസ്പ്രപ്പോർഷനേഷൻ ആവാൻ പറ്റില്ല. മനസ്സിലായില്ലേ? ഇവിടെ ഒരു പൊട്ടാസ്യം ഉണ്ട്. പൊട്ടാസ്യം ഒന്നും എന്തായാലും വരില്ല. കാര്യം എന്താ? പൊട്ടാസ്യത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഈസ് ഓൾവേസ് +1. ഡിഫറെൻറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരണം. പക്ഷേ അവിടെ ക്ലോറിൻ ഉണ്ട്. ഇവിടെ ഒരു ക്ലോറിൻ, ഇവിടെ ഒരു ക്ലോറിൻ. ഇനി ഇവിടെ ഉണ്ടോടാ കാൽസ്യം ഇവിടെ ഉണ്ടോ? ഇല്ല. ഫോസ്ഫറസ് ഇവിടെ ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇയാൾക്കും പറ്റില്ല. അപ്പോൾ ബേസിക്കലി ഇതിൻ്റെ ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്ത ആകെ 2 ഉള്ളൂ. അതിൽ തന്നെ സൾഫറും നോക്കിക്കോ, സൾഫറും ഇവിടെ
KCl KOCl. ഇവിടെ നോക്കിയാൽ ഇവിടെ സൾഫറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് H2SO4 സൾഫറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +6 എന്ന് വരും. എക്സ് എന്ന് എടുത്തിട്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ +6 എന്ന് വരും. ഇനി അത് ഒരിടത്ത് കൂടണം ഒരിടത്ത് കുറയണം, അപ്പോഴാണ് അത് ഡിസ്പ്രപ്പോർഷനേഷൻ ആവുക. ഓൾറെഡി ഉള്ള ഓക്സിഡേഷൻ നമ്പർ ഒരിടത്തേക്ക് വരുമ്പോൾ കൂടണം, മറ്റൊരിടത്ത് കുറയണം. പക്ഷേ CuSO4 സൾഫറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വീണ്ടും +6 തന്നെ വരും. അപ്പോൾ നോക്കിയേ, സൾഫറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇവിടെ കൂടിയോ കുറഞ്ഞോ ചെയ്തില്ല. സോ ഇയാൾക്ക് എന്തായാലും ആൻസർ ആവാൻ പറ്റില്ല. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ സി അല്ലേ. ഇയാൾക്ക് എന്തായാലും ആൻസർ ആവാൻ പറ്റില്ല. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ സി. ഇനി ഓപ്ഷൻ സിയിൽ ആൻസർ കറക്റ്റ് ആണെന്ന് ഞാനൊന്ന് ഉറപ്പിച്ചു തരാം. ക്ലോറിൻ എലമെൻ്ററി സ്റ്റേറ്റിലാണ്, അപ്പോൾ 0. പൊട്ടാസ്യം +1 അപ്പോൾ ക്ലോറിൻ -1. ശരിയല്ലേടാ. KOCl പൊട്ടാസ്യം +1 ഓക്സിജൻ -2. അപ്പോൾ ക്ലോറിൻ എത്ര ആയിരിക്കണം എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. ക്ലോറിൻ ഒന്ന് എക്സ് എടുത്ത് ചെയ്ത് നോക്ക്. അപ്പോൾ ക്ലോറിൻ്റെ വാല്യൂ +1 എന്ന് വരും. അപ്പോൾ നിങ്ങൾ നോക്കിയേ, 0 എന്ന എലമെൻറ്റ് -1 ആകുന്നുണ്ട് +1 ആകുന്നുണ്ട്, വിച്ച് മീൻസ് കൂടുന്നുണ്ട് കുറയുന്നുണ്ട്, വിച്ച് മീൻസ് അണ്ടർഗോസ് ബോത്ത് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ. ദാറ്റ്സ് വൈ ദിസ് റിയാക്ഷൻ ഈസ് എ ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ സി. നെക്സ്റ്റ് ഇത് റിയാക്ഷൻ ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ വാട്ടറിൻ്റെ ഡീകമ്പോസിഷൻ ആണ് നടക്കുന്നത്. നോക്കിയേ, H2O ഒരുമിച്ച് നിന്നിരുന്നവൻ വേർപിരിഞ്ഞു, ബ്രേക്കപ്പായി, അവർ തേപ്പ്, അവരുടെ ഇടയിലുള്ള ബോണ്ട് പൊട്ടി. എന്ത് സംഭവിച്ചു? ദിസ് ഇസ് ആൻ എക്സാമ്പിൾ ഫോർ അഡീഷൻ റിയാക്ഷൻ, ഡീകമ്പോസിഷൻ റിയാക്ഷൻ. ഏതാ? ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ഏതാ? ഡീകമ്പോസിഷൻ റിയാക്ഷൻ. വിട്ടുപിരിയലാണല്ലോ. വിട്ടുപിരിയൽ ഈസ് ഡീകമ്പോസിഷൻ റിയാക്ഷൻ. ദാ C2H6 പ്ലസ് NO2 ഗീവ്സ് CO2 പ്ലസ് H2O. അങ്ങനെയാണെങ്കിൽ ഇതിലുള്ള റേഷ്യോ ഓഫ് ദി സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യന്റ് ഓഫ് കാർബൺ ഡയോക്സൈഡ് ആൻഡ് വാട്ടർ ആണ്. എടാ, ഈ റിയാക്ഷൻ റിഡോക്സ് റിയാക്ഷൻ വെച്ച് ബാലൻസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇത് ഭയങ്കര സിമ്പിളാണ്. ഇത് നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയിലും തെർമോഡൈനാമിക്സിലും എല്ലാം അറിയാവുന്നതാണ്. ഒരു ഓർഗാനിക് കോമ്പൗണ്ടിനെ കത്തിക്കുന്ന സമയത്ത് എത്ര കാർബൺ ഉണ്ടോ അത്രയും കാർബൺ ഡയോക്സൈഡ് ഉണ്ടാകും, എത്ര ഹൈഡ്രജൻ ഉണ്ടോ അതിൻ്റെ പകുതി വാട്ടർ ഉണ്ടാകും. ഞാൻ എന്താ പറഞ്ഞത്? നിങ്ങൾ കേട്ടോ? ഞാൻ എന്തോ പറഞ്ഞു, നിങ്ങൾ കേട്ടോ? ഒരു ഓർഗാനിക് കോമ്പൗണ്ടിനെ കത്തിക്കുന്ന സമയത്ത് എത്ര കാർബൺ ഉണ്ടോ അത്ര കാർബൺ ഡയോക്സൈഡ് ഉണ്ടാകും, എത്ര ഹൈഡ്രജൻ ഉണ്ടോ അതിൻ്റെ പകുതി വാട്ടർ ഉണ്ടാകും. അപ്പോൾ അതാ 2 കാർബൺ, സോ 2 കാർബൺ ഡയോക്സൈഡ്, 6 ഹൈഡ്രജൻ, സോ 3 വാട്ടർ. അപ്പോൾ ഇവിടുത്തെ റേഷ്യോ ഓഫ് കാർബൺ ഡയോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ ഈസ് 2:3. ഓപ്ഷൻ ബി ഈസ് ദി കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ ഇൻ ദി ഫോളോയിങ് റിയാക്ഷൻ? ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്, നോക്കി വെച്ചോട്ടോ. 2 മോളിക്യൂൾ Fe3+ഉം 1 മോളിക്യൂൾ SN2+ഉം റിയാക്ട് ചെയ്ത് 2 മോളിക്യൂൾ Fe3+ഉം ഡാഷും ഉണ്ടാകുന്നു. എന്തായാലും ആ ഡാഷ് ടിന്നായിരിക്കൂലേ, അപ്പോഴല്ലേ ഇത് ബാലൻസ് ആവുള്ളൂ. ഇവിടെയുള്ള ടിന്ന് ഇല്ലാണ്ടായി പോകില്ലല്ലോ, അവിടെ ടിന്ന് ഉണ്ടാവും. ഇനി അതിൻ്റെ ചാർജാണ് നമുക്കറിയേണ്ടത്. എടാ മോനെ, ഇവിടുത്തെ ടോട്ടൽ ചേഞ്ച് എന്ന് പറഞ്ഞേ, ഇവിടുത്തെ ടോട്ടൽ ചേഞ്ച് Fe3+, ഇവിടെ എത്തിയപ്പോൾ Fe2+ ആയി അല്ലേ, എഴുതിയപ്പോൾ മാറിപ്പോയത് Fe2+ ആയി. Fe3+ Fe2+ ആയപ്പോൾ അവിടെ ഒരു ഓക്സിഡേഷൻ നമ്പർ കുറയല്ലേ ചെയ്തത്? ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞു. എടാ, ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ആഡ് ചെയ്യപ്പെട്ടു എന്നർത്ഥം. ആലോചിച്ചാൽ മനസ്സിലാകും. +3 എന്നുള്ളത് +2 ആകുമ്പോൾ ഇലക്ട്രോൺ ആഡ് ചെയ്തു. എത്ര ഇലക്ട്രോൺ ആഡ് ചെയ്തു? ഒരു Fe3+ Fe2+ ആകുമ്പോൾ 1 ഇലക്ട്രോൺ ആഡ് ചെയ്യണം. പക്ഷെ അങ്ങനത്തെ 2 Fe2+ ഉണ്ട്. അപ്പോൾ അവിടെ 2 ഇലക്ട്രോൺ ആഡ് ചെയ്യപ്പെട്ടു. 2 ഇലക്ട്രോൺ ഇവിടെ ഗെയിൻ ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ 2 ഇലക്ട്രോൺ കൊടുത്തത് ഈ ടിന്നായിരിക്കണ്ടേ. അപ്പോൾ ടോട്ടൽ ചേഞ്ച് ഇൻ ഇലക്ട്രോൺസ് ഷുഡ് ബി ഈക്വൽ ഇൻ എ ഗിവൺ കെമിക്കൽ റിയാക്ഷൻ. ഇവിടെ എത്ര ഇലക്ട്രോണാണ് ആഡ് ചെയ്യപ്പെടുന്നത് അത്രയും ഇലക്ട്രോണുകൾ ഇയാൾക്ക് നഷ്ടപ്പെടണം എന്നുള്ളതാണ് ഇവിടുത്തെ റൂള്. ഇതൊക്കെയാണ് ബാലൻസിങ്. അപ്പോൾ നോക്കിയേ, ഇയാൾക്ക് 2 ഇലക്ട്രോൺ ലോസ് സംഭവിക്കണം. 2 ഇലക്ട്രോണിൻ്റെ ലോസ് സംഭവിച്ചാൽ SN2+ എന്നത് SN4+ ആയി മാറൂലേ. സോ ദി ആൻസർ ഈസ് SN4+. ക്ലിയർ? വളരെ സിമ്പിളാണ്, മനസ്സിലാക്കി വെച്ചോ. ഇതൊക്കെയാണ് നിങ്ങൾ ഈ പറയുന്ന ബാലൻസിങ്. ഒന്നാലോചിച്ച് വെച്ചോ, ക്ലിയർ ആണ്. നെക്സ്റ്റ്, മാച്ച് ദി കോളംസ്. ഡിസ്പ്രപ്പോർഷനേഷൻ, ഡീകമ്പോസിഷൻ, കോമ്പിനേഷൻ, ഡിസ്പ്ലേസ്മെൻറ്റ്. ഞാൻ നിങ്ങളോട് പറഞ്ഞ 4 ടൈപ്പ് റിയാക്ഷൻസ് ഇതിൽ ഏതൊക്കെയാണ് നോക്ക്. V2O5 കാൽസ്യം കൂടി ചേർന്ന് Vയും Ca ഓക്സിജനുമായിട്ട് പറഞ്ഞു. കാണുമ്പോൾ തന്നെ അതിന് ഡിസ്പ്ലേസ്മെൻറ്റ് മണക്കുന്നില്ലേടാ. ഓക്സിജൻ്റെ കൂടെ ഉണ്ടായിരുന്ന വനേഡിയത്തിനെ ഇവൻ അവിടെ നിന്ന് റീപ്ലേസ് ചെയ്ത് കയറിയിരുന്ന് വനേഡിയം ഒറ്റക്കായി. സോ ഇറ്റ് ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. AS എന്ന് വരും. AS ഉള്ള 2 ഓപ്ഷൻ ഉണ്ട്, ബാക്കി നോക്കിയാൽ മതി. ബി നോക്കിയാൽ CH4ഉം ഓക്സിജനും കൂടി ചേർന്ന് CO2ഉം H2Oയുമായി മാറുന്നു. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് കോമ്പിനേഷൻ റിയാക്ഷൻ. നോക്കിയേ, CH4ലേക്ക് ഓക്സിജനും ഇത് കൂടിച്ചേരല്ലേ ചെയ്യണേ, ബോണ്ടുകൾ കൂടുതൽ ഇങ്ങനെ ഉണ്ടാവുക ചെയ്യണേ. കാർബണിലേക്കും ഓക്സിജൻ ആഡ് ചെയ്തു, ഈ ഹൈഡ്രജനിലേക്കും ഓക്സിജൻ ആഡ് ചെയ്തിട്ടാണ് കാർബൺ ഡയോക്സൈഡും വാട്ടറും ഉണ്ടായത്. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് കോമ്പിനേഷൻ റിയാക്ഷൻ. BR എന്ന് വരും, BR. ഇനി അപ്പോൾ ഓപ്ഷൻ മനസ്സിലായി, B. CP ആണ്, DQ ആണ്. വെറുതെ നോക്കാം. C ഏതാ? P4. P4 ഇതൊരു NCERT-ൽ തന്ന ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ ആണ്. അപ്പോൾ CP എന്ന് വരും. കറക്റ്റാ?
അടുത്ത നോക്കിയാൽ KClO3 എന്ന് പറയുന്ന ഒരാൾ KClഉം ഓക്സിജനുമായിട്ട് ഡീകമ്പോസ് ചെയ്യുന്നു, രണ്ടാളായിട്ട് മാറുന്നു. സോ ഡീകമ്പോസിഷൻ DQ. ഓക്കെ, ഓപ്ഷൻ ബി ഈസ് ദി കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദി എലിമെന്റ് ഡസ് നോട്ട് ഷോ ഡിസ്പ്രൊപ്പോർഷനേഷൻ ടെൻഡൻസി? പഠിച്ചു വെച്ചോ. എടാ, ഇതിൽ ഫിക്സ്ഡ് ഓക്സിഡേഷൻ നമ്പറുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. ഫിക്സ്ഡ് ഓക്സിഡേഷൻ നമ്പറുള്ള ആൾക്ക് ഡിസ്പ്രൊപ്പോർഷനേഷൻ കാണിക്കാൻ പറ്റില്ല. കാരണം എന്താ, ഡിസ്പ്രൊപ്പോർഷനേഷൻ കാണിക്കണമെങ്കിൽ എയ്തർ അയാളുടെ ഓക്സിഡേഷൻ നമ്പർ ഇനി കൂടുകയോ കുറയുകയോ ചെയ്യണം. പക്ഷേ ഓക്സിഡേഷൻ നമ്പർ ഫിക്സ്ഡ് ആണെങ്കിൽ ഇനി അത് കൂടാനോ കുറയാനോ പറ്റില്ലല്ലോ. അപ്പോൾ ക്ലോറിനോ ബ്രോമിനോ അല്ല, ഫ്ലൂറിൻ അങ്ങനെ ഒരു ടെൻഡൻസി ഉള്ള ആളാണ്. കാര്യം ഫ്ലൂറിൻ്റെ ഓക്സിഡേഷൻ നമ്പർ ഇൻ എ കോമ്പൗണ്ട് ഈസ് ഓൾവേസ് -1 എന്ന് നേരത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നതാ. അപ്പോൾ -1 എന്ന് പറയുന്ന ഓക്സിഡേഷൻ നമ്പർ ഇനി ഒരിക്കലും എന്താവില്ല, -2 ആ ഒരു സൈഡിലേക്ക് പോകില്ല. സോ ഡിസ്പ്രൊപ്പോർഷനേഷൻ കാണിക്കാൻ പറ്റാത്തത് ഓപ്ഷൻ സി. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്, പഠിച്ചു വെച്ചോ. നോക്കടാ, ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽസ് തന്നിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ ഒന്ന് പറഞ്ഞേ, Fe3+ Fe2+ ആകുമ്പോൾ അവിടെ നടക്കുന്നത് റിഡക്ഷൻ അല്ലേ? ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞു. അലുമിനിയം 3+ അലുമിനിയം 0 ആകുമ്പോഴും നടക്കുന്നത് റിഡക്ഷൻ ആണ്. ബ്രോമിൻ Br- ആകുന്നു, ബ്രോമിൻ 0 ആണ്, അത് -1 ആകുമ്പോഴും അവിടെ നടക്കുന്നതും റിഡക്ഷനാണ്. ഈ റിഡക്ഷൻ നടക്കാനുള്ള ടെൻഡൻസിയാണ് നമ്മളിവിടെ ഈ കാണിച്ചിരിക്കുന്നത്. റിഡക്ഷൻ നടക്കാൻ ടെൻഡൻസി ഉള്ള ആൾക്ക് ഓക്സിഡൈസിങ് ഏജൻ്റായിട്ട് വർക്ക് ചെയ്യാനായിരിക്കും ടെൻഡൻസി. അപ്പോൾ ഒരാൾക്ക് ഓക്സിഡൈസിങ് ഏജൻ്റായിട്ട് വർക്ക് ചെയ്യാനുള്ള ടെൻഡൻസി ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇതിലേറ്റവും പോസിറ്റീവ് വാല്യൂ ഉള്ള ആൾ, പിന്നെ പോസിറ്റീവ് അങ്ങനെയുള്ള അറേഞ്ച് ചെയ്താൽ മതി. അപ്പോൾ അത് ഞാൻ പറഞ്ഞാൽ മനസ്സിലായില്ലേ, ഇപ്പം നടന്നത് റിഡക്ഷനാണ്. അപ്പോൾ അയാൾക്ക് ഓക്സിഡൈസിങ് പവറാണ് ഉണ്ടാവുക. ഓക്സിഡൈസിങ് ഏജൻറ്റ് അല്ലെങ്കിൽ ഓക്സിഡൈസിങ് പവറാണ് ഉണ്ടാവുക. ഓക്സിഡൈസിങ് പവർ അഥവാ ഓക്സിഡൈസിങ് ഏജൻ്റായിട്ട് വർക്ക് ചെയ്യാനുള്ള ടെൻഡൻസിയാണ് ഓക്സിഡൈസിങ് പവർ. അപ്പോൾ ഏറ്റവും മോർ E0 പോസിറ്റീവ് വാല്യൂ ഉള്ളവനാണ് മോർ ഓക്സിഡൈസിങ് പവർ ഉണ്ടാവുക. അത് ഇതിലേതാണെന്ന് നോക്കിയേ, ബ്രോമിൻ. ഈ ബ്രോമിനാണ് ഏറ്റവും കൂടുതൽ ഓക്സിഡൈസിങ് പവർ ഉണ്ടാവുക. അത് കഴിഞ്ഞിട്ട് അടുത്ത കാര്യമായിരിക്കും Fe3+-നാണ് ഏറ്റവും പിന്നെ ഓക്സിഡൈസിങ് പവർ ഉണ്ടാവുക. പിന്നെ ആരാണ്, Al3+-നാണ് ഓക്സിഡൈസിങ് പവർ ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ റെഡ്യൂസിങ് പവർ എങ്ങനെ ഉണ്ടാവുക? റെഡ്യൂസിങ് പവർ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. റെഡ്യൂസിങ് പവർ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും മാത്രമല്ല, റെഡ്യൂസിങ് പവർ പറയുമ്പോൾ ഈ പ്രൊഡക്റ്റ് സൈഡിൽ നിന്നാണ് നമ്മൾ പറയുക. കാര്യം അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴല്ലേ റിഡക്ഷൻ, ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോഴല്ലേ ഓക്സിഡേഷൻ. അപ്പോൾ ഓക്സിഡൈസിങ് പവർ ആയിരിക്കും ഉണ്ടാവുക ഈ പറയുന്ന ആൾക്കാർക്ക്, റെഡ്യൂസിങ് പവർ ആയിരിക്കും ഉണ്ടാവുക ഈ പറയുന്ന ആൾക്കാർക്ക്. ചോദ്യം എന്താ, ബേസ്ഡ് ഓൺ ദി ഡാറ്റ ദി റെഡ്യൂസിങ് പവർ ഓഫ് Fe2+ അതിവനാ, Al അതിവനാ, Br- അതിവനാ, ശരിയല്ലേ? ഓപ്പോസിറ്റ് സൈഡിലേക്ക് നടക്കുന്നതിൻ്റെ സാധ്യത എത്ര? അപ്പോൾ റെഡ്യൂസിങ് പവർ ഒരേ റിയാക്ഷൻ്റെ തന്നെയാണ് ഈ സംസാരിച്ചുകൊണ്ടിരിക്കണേ. ഒരേ റിയാക്ഷൻ്റെ റെഡ്യൂസിങ് പവർ പറയുമ്പോൾ ഈ പ്രൊഡക്റ്റിൻ്റെ സൈഡിലുള്ള ആൾക്കാരെ വെച്ചിട്ടാണ് നമ്മൾ പറയുക. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഇതിൻ്റെ ഏറ്റവും കൂടുതൽ റെഡ്യൂസിങ് പവർ ഉണ്ടാവുക അലുമിനിയത്തിൽ നിന്ന് ഫോം ചെയ്യുന്ന അലുമിനിയമാണ്. പിന്നെ ആരാ, Fe3+-ൽ നിന്ന് ഫോം ചെയ്യുന്ന Fe2+-നാണ്. പിന്നെ ആരാ, Br-ൽ നിന്ന് ഫോം ചെയ്യുന്ന Br-നാണ്. സോ അലുമിനിയം, Fe2+, Br- എന്ന ഓപ്ഷൻ ഏതാ? അലുമിനിയത്തിന് ഏറ്റവും കൂടുതലുള്ളത് ഇതാ, അലുമിനിയത്തിന് ഏറ്റവും കൂടുതൽ, പിന്നെ Fe2+, പിന്നെ Br-. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ എ. മനസ്സിലായില്ലേ മോനെ? പെട്ടെന്നൊക്കെ പറയുന്നുണ്ട് എനിക്കറിയാം, പക്ഷേ അടിസ്ഥാനപരമായിട്ടുള്ള നിങ്ങൾക്ക് എന്തറിയാം നിങ്ങൾക്ക് അറിയണോണ്ടാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോണേ. വൃത്തിയായിട്ട് ഏകദേശമൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു 1 ഷോട്ട് ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി വന്ന ആൾക്കാർക്ക് ഒരു ബോറടി ആവരുത്. അപ്പോൾ തീരെ ഫണ്ടമെൻ്റലി ഈ കാര്യങ്ങളൊന്നും അറിയാത്തവർ 2 വട്ടം കാണുക എന്നുള്ളത് മാത്രമാണ് സൊല്യൂഷൻ. എന്നാലും എനിക്ക് ലാഭം. വിച്ച് ഓഫ് ദി ഫോളോ അറേഞ്ച്മെൻറ്റ് റെപ്രസെൻറ്റ് ഇൻക്രീസിങ് ഓക്സിഡേഷൻ നമ്പർ? ഉള്ള ആൾക്കാരെ എഴുതി നോക്കാം. CrO2-, Cl-O3-, CrO4-, O4-2-, MnO4-. ഇതിൻ്റെ ഒക്കെ ഓക്സിഡേഷൻ നമ്പർ ഒന്ന് കണ്ടേക്കാം. ഇവിടെ -2 ആണ്, -2 ഇത് x, അപ്പോൾ x - 4 = -1, x = +3 എന്ന് വരും. ഇവിടെ -2 ആണ്, അപ്പോൾ +5 എന്ന് വരും. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി, ചെയ്താൽ മനസ്സിലാകും. ഇവിടെ +6 എന്ന് വരും, ഇവിടെ +7 എന്ന് വരും. അപ്പോൾ കറക്റ്റ് ആണല്ലോ, ഇൻക്രീസിങ് ഓർഡർ തന്നെയാണ് ഓപ്ഷൻ എ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. +3, +5, +6, +7. ഇവിടെ ഓക്സിഡേഷൻ നമ്പർ എങ്ങനെ കാണുക എന്നൊക്കെ പല വട്ടം ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്. അതുകൊണ്ട് ഞാനത് എനിക്കറിയാവുന്നത് ഉത്തരമായതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ. ഡിസ്പ്രൊപ്പോർഷനേഷൻ ആണോ എന്ന് അറിയാൻ എന്ത് ചെയ്താൽ മതി? ആദ്യം ഞാൻ പറഞ്ഞു, ഹൈഡ്രജനും ഓക്സിജനും അല്ലാത്ത എലമെൻറ്റുകളെ സൂക്ഷിച്ച് നോക്കുക, ഒന്നിലധികം കോമ്പൗണ്ടുകളിൽ വരുന്നുണ്ടോ നോക്കുക. ഇവിടെ കാർബൺ, ഇവിടെ ഹൈഡ്രജൻ, വേറെ ആരും വരുന്നില്ല, ഇയാളല്ല. ഇവിടെ ക്ലോറിൻ 2 വട്ടം വരുന്നുണ്ട്, ഇയാളാവാം, അവിടെ നിൽക്കട്ടെ. ഇവിടെ ഫ്ലൂറിൻ 2 വട്ടം വരുന്നുണ്ട്, പക്ഷേ അയാളല്ല. കാരണം എന്താ, ഫ്ലൂറിൻ ഒരിക്കലും ഡിസ്പ്രൊപ്പോർഷനേഷൻ നടക്കില്ല എന്നുള്ളത് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞതാണ്. ഫിക്സ്ഡ് ഓക്സിഡേഷൻ നമ്പറാണ്. ഇവിടെ നൈട്രജൻ 2 വട്ടം വരുന്നുണ്ട്, അയാളും ആവാം. അപ്പോൾ ഈ 2 ഓപ്ഷൻസിൽ ഏതാണെന്ന് നോക്കാം. ഇവിടെ ക്ലോറിൻ 0 ആണ്, ഇവിടെ ക്ലോറിൻ -1 ആണ്, ഇവിടെ ക്ലോറിൻ -1 ആണ്, അപ്പോൾ അയാളല്ല.
കാര്യം എന്താ, 0 എന്നുള്ളത് ഒരിടത്തേക്ക് കൂടണം ഒരിടത്തേക്ക് കുറയണം, എന്നാലല്ലേടാ അയാളുടെ ഡിസ്പ്രപ്പോർഷനേഷൻ ആവുള്ളൂ. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ ഡി. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. NO2 നൈട്രജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാടാ? ഒരു ഓക്സിജൻ -2, 2 ഓക്സിജൻ -4, അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ നൈട്രജൻ +4. ഇനി ഒരിടത്ത് അത് കൂടണം മറ്റൊരിടത്ത് അത് കുറയണം. നമുക്ക് ഇവിടെ ചെയ്ത് നോക്കാം. ഇവിടെ NO2 മൈനസ് ആണ്. അപ്പോൾ എന്നിൻ്റെ വാല്യൂ എക്സ് എന്ന് എടുത്തു. x -4 = -1, ദെൻ x +3 എന്ന് കിട്ടി. ശരിയല്ലേടാ? അപ്പോൾ അടുത്തൊന്ന് നോക്കിയാൽ NO3 മൈനസ് ആണ്. x - 6 = -1, x +5 എന്ന് കിട്ടി. അപ്പോൾ കറക്റ്റ് ആയില്ലേ? ദേ നോക്കിയാൽ +4 എന്നത് ഇങ്ങോട്ട് വന്നപ്പോൾ കുറഞ്ഞു, ഇങ്ങോട്ട് വന്നപ്പോൾ കൂടി. അപ്പോൾ കൂടുതലും കുറവും സംഭവിച്ചതുകൊണ്ട് ദിസ് ഈസ് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ. ദാറ്റ്സ് ഓൾ അബൌട്ട് ദി ചാപ്റ്റർ റിഡോക്സ് റിയാക്ഷൻസ്. ഇതുപോലെ കെമിസ്ട്രിയിലെ എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് അവൈലബിൾ ആവണമെങ്കിൽ, ഇതുപോലെ ഫിസിക്സും ബയോളജിയും നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ചെറിയ പേയ്മെൻറ്റിൽ CM അക്കാഡമി ക്രാഷ് കോഴ്സ് സംഘടിപ്പിച്ചിട്ടുണ്ട്. താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ നേരിട്ട് സംസാരിക്കാം. താങ്ക്